Set over me. Even to the peril of my life. I welcome all to the new video of CDS Dravidian. So I came with a new video which is the topic on polity. So the making of the constitution is a big scoring question which is asking regularly in CDS and even in NDA. So in last paper there is around 7 to 8 questions which came from the only part of the polity. So today we are going to learn about the chapter of the making of the constitution. So the constitution which have some of the parts. So the parts among them there were 4 parts. That's a very important for the competitive exam. സോ നമുക്കറിയാം നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യം വരുന്ന പാർട്ടാണ് UT എന്ന് പറയാം നമ്മൾ, ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. അപ്പം എന്താണത്? അപ്പം ഈ UT പെടുന്നതാണ് ആർട്ടിക്കിൾ 1 തൊട്ട് 4 വരെ. ഈ UT അതിൽ പെടുന്ന 1 തൊട്ട് 4 പാർട്ടാണ്. ഓക്കെ, ആ 1 തൊട്ട് 4 പാർട്ടിലും മൊത്തം ഉള്ളത് 3 ആർട്ടിക്കിളാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 1 പറയുന്നത് വെച്ചാൽ നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദ യൂണിയൻ. സെക്കൻഡ്, അഡ്മിഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി ന്യൂ സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 3, ദ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ് ആൻഡ് alternation of areas, boundaries and the name of the existing state. സംഭവം എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 1 തൊട്ട് 4 വരെ പെടുന്ന എന്തൊക്കെയാണ്? അപ്പം അതിൽ പെടുന്നതാണ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ പേര്. ഈ ആദ്യത്തെ ആർട്ടിക്കിൾ പറയുന്നത് വെച്ചാൽ നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദി യൂണിയൻ. നമ്മുടെ സ്റ്റേറ്റിൻ്റെ പേര് വേണമെങ്കിൽ നമുക്ക് എപ്പോഴും മാറ്റാൻ പറ്റും. നമ്മളൊരു അമെൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ പാർലമെൻറ്റിലോ ഏതൊരു സഭയിൽ നമ്മളൊരു ബില്ല് പാസ്സാക്കും. ആ ബില്ല് പാസ്സാവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൻ്റെ പേര് മാറ്റാൻ പറ്റും. നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മുടെ കേരള ഗവൺമെൻറ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ പേര് മാറ്റിയായിരുന്നു. അവർ കേരളത്തിൻ്റെ പേര് കേരളം എന്ന് പറഞ്ഞ് കേരളം വിട്ട് കേരളം എന്നാക്കിയായിരുന്നു. അതുപോലെ പണ്ട് കാലത്തും ലിംഗ്വിസ്റ്റിക് ബേസ് എന്ന് വെച്ചാൽ ലാംഗ്വേജിൻ്റെ ബേസിൽ സ്റ്റേറ്റ് ഡിവൈഡ് ചെയ്തായിരുന്നു. അങ്ങനെ ഉണ്ടായ ഫോർമേഷനായ ഒരു സ്റ്റേറ്റ് ആയിരുന്നു ആന്ധ്രാപ്രദേശ്. സോ ഇൻ തമിഴ്നാടു ഇഫ് യു ടുക്ക് എക്സാമ്പിൾ ലൈക്ക് ദേ ഓൾസോ മേഡ് എ സ്റ്റേറ്റ് ലൈക്ക് ലിംഗ്വിസ്റ്റിക് ബേസ്. സോ ഈ പാർട്ട് 1 തൊട്ട് പാർട്ട് 5 വരെ നമുക്ക് പഠിക്കണം. അപ്പം പാർട്ട് 1 പെരുവിടുന്നതാണ് ഈ 4 ആർട്ടിക്കിളും, 1 തൊട്ട് 4 ആർട്ടിക്കിൾ. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു നമുക്ക് സ്റ്റേറ്റ് നെയിം മാറ്റണമെങ്കിൽ നമുക്ക് ഈ ആർട്ടിക്കിൾ യൂസ് ചെയ്ത് പറ്റും. അതുപോലെ ആർട്ടിക്കിൾ 2 പറയുന്നത് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്, ഇപ്പോൾ നമുക്കറിയാം ആന്ധ്ര സ്റ്റേറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഫോർമേഷൻ ഓഫ് തെലങ്കാന ബ്രോട്ട് അപ്പ്. അപ്പം അതുപോലെ നമുക്ക് ഏതൊരു സ്റ്റേറ്റ് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ കണ്ടില്ലേ ആർട്ടിക്കിൾ 2 പറയുന്നതാണ് അഡ്മിഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി ന്യൂ സ്റ്റേറ്റ്. നമുക്ക് ഇതിൽ സ്റ്റേറ്റ് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ആർട്ടിക്കിൾ യൂസ് ചെയ്ത് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അപ്പം നമുക്കൊരു സ്റ്റേറ്റ് ഫോർമേഷൻ ചെയ്യാനുള്ള റൈറ്റ് തരുന്ന ഒരു ആർട്ടിക്കിളാണ് പാർട്ട് 1. ഓക്കെ, സോ ആർട്ടിക്കിൾ 3 പറയുന്നത് ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ് ആൻഡ് ദ ഓൾട്ടർനേഷൻ ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ കണ്ടല്ലേ, ഓൾട്ടർനേഷൻ എന്ന് വെച്ചാൽ മോഡിഫിക്കേഷൻ ഓഫ് എ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റിൻ്റെ പേര് മാറ്റണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കേരളമായില്ല. അതുപോലെ ഈ ഓൾട്ടറേഷൻ വെച്ചാൽ ഒരു വേർഡിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുവാണ്, ആ സ്റ്റേറ്റിൻ്റെ പേര് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുവാണ്. അതുപോലെ നമ്മൾ പണ്ട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ബൗണ്ടറി നമുക്ക് മൈസൂരിലും ഉണ്ട്. അപ്പം നമുക്ക് അഥവാ ഏതൊരു സ്റ്റേറ്റിന് അതിൻ്റെ ബൗണ്ടറി എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾ 3 വെച്ച് നമുക്ക് ആ സ്റ്റേറ്റിൻ്റെ ഇപ്പം നമ്മൾ പറയാം കേരള ഗവൺമെൻറ് കുറച്ചുകൂടെ തമിഴ്നാടിൻ്റെ ബൗണ്ടറി എടുക്കാൻ പോവാണ്. അപ്പം മറ്റേ ഗവൺമെൻറ് ഓക്കെ പറഞ്ഞ് ആ ഏരിയ കേരളത്തിന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾ 3 വെച്ച് ആ 2 സ്റ്റേറ്റിൻ്റെ സമ്മതം വെച്ച് നമുക്ക് ആ ബൗണ്ടറി ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്താണ് പാർട്ട് 2. പാർട്ട് 2 പെടുന്നതാണ് 5 തൊട്ട് 11. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു പാർട്ട് 1 UT യൂണിയൻ ആൻഡ് ഇറ്റ്സ്
ടെറിട്ടറി. പാർട്ട് 1 പെടുന്നതാണ് 1 to 4 ആർട്ടിക്കിൾസ്. 1 to 4 കഴിഞ്ഞ് ഇനി അടുത്തതാണ് 5 to 11. In this article, the main topic here is that citizenship. അപ്പം എന്താണ് പാർട്ട് 2 പെടുന്നതാണ് 5 to ആർട്ടിക്കിൾ 11, 5 തൊട്ട് 11. ആർട്ടിക്കിൾ 5 ഇതെന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇന്ത്യക്കാരാണ്. ഈ ആർട്ടിക്കിൾ വെച്ച് ഒരു വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വൽ പേഴ്സൻ്റെ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റും. അതെങ്ങനെയൊക്കെയാണ് ഇതെങ്ങനെ വെച്ചാൽ, ഒരു വ്യക്തി അയാൾ ഇന്ത്യക്കാരനാണെങ്കിൽ അയാൾക്കിത് പ്രൂഫ് ചെയ്യാൻ പറ്റണം. അപ്പം ആ പ്രൂഫ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ടേം ഓഫ് കണ്ടീഷനാണ് സിറ്റിസൺഷിപ്പ് ഇൻ പാർട്ട് 2. So even like we know that after the independence of our India in 1947, after that partition, India made such laws to stop the encroachment of the other person of the infiltration which are happening to in our country. So to make a barrier to that infiltration or even the case of insurgency, our country made such laws, and that law which is a basic structure of our fundamental duties. So that is the article 5 to 11. So 5 തൊട്ട് 11 പെടുന്നതാണ് ആർട്ടിക്കിളാണ്, ഒരു ടോപ്പിക്കാണ് സിറ്റിസൺഷിപ്പ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പെടുന്നത് നോക്കാം. ആർട്ടിക്കിൾ 5, സിറ്റിസൺഷിപ്പ് അറ്റ് ദി കൺസെൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 6, റൈറ്റ് ടു citizenship of a certain person who has migrated to India from Pakistan. ഒരു വ്യക്തി, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പാർട്ടിയുടെ സമയത്ത് പാകിസ്ഥാൻ്റെ ഇന്ത്യൻ സമയത്ത് നമ്മൾ പറഞ്ഞു ആർക്കെങ്കിലും പാകിസ്ഥാനിലെ ഏതെങ്കിലും വ്യക്തിക്ക് ഇന്ത്യ വരണമെങ്കിൽ അവർക്ക് ഇപ്പോൾ വരാം. അപ്പോൾ ആ സമയത്ത് കുറച്ച് റൈറ്റ് കൊടുത്തായിരുന്നു ഒരു ഫോറിൻ. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഇതിൽ പാകിസ്ഥാനും നമ്മുടെ ബൗണ്ടറി കൺട്രീസ് എല്ലാം നമുക്ക് ഫോറിനേഴ്സാണ്. സോ വി ഓൾസോ ഡിമാൻഡ് ഇഫ് എനി ഹിന്ദുസ്, മെയിൻലി ദ ഹിന്ദുസ് ഓർ എനി ടൈപ്പ് ഓഫ് മുസ്ലിം, ദേ വാണ്ട് ടു ലൈക്ക് ടു കം ടു ആൻഡ് ഹാവ് എ പ്ലേസ് ഇൻ ദ ഇന്ത്യ, സോ ദേ ക്യാൻ മൈഗ്രേറ്റ് ടു അവർ കൺട്രി. സോ ദിസ് ആൾ ഗേവ് ദം ടു എ ടേം ഓഫ് കണ്ടീഷൻ ടു കം ബാക്ക് ടു ദെയർ ഇന്ത്യ, ഓർ ദേ ലൈക്ക് ടു ബി ഇൻ ഇന്ത്യ, ദേ ക്യാൻ കം. സോ അപ്പം ഈ കാണിക്കുന്ന 5 തൊട്ട് 11 ആർട്ടിക്കിൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ഇന്ത്യയിലുള്ള എന്തൊക്കെയാണ് അതാണ് ഇതിൽ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇത് കൂടുതലും ചോദിക്കാറില്ല, ഇതിൻ്റെ ആർട്ടിക്കിളാണ് കുറച്ച് മെയിൻ. അടുത്തതാണ് FR എന്ന് പറയും ഷോർട്ട് ഫോമിൽ. വി കോൾ ഇറ്റ് ആസ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ഇതിൽപ്പെട്ട എന്തൊക്കെയാണ്? റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, right to freedom of religion, culture and education, right to property, right to education, right to constitution remedies. വേറെ സംഭവം എന്ന് വെച്ചാൽ അതിനകത്ത് ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന ആർട്ടിക്കിൾ ഇപ്പം നമ്മുടെ FR ഇല്ല. നമ്മുടെ എന്ന് വെച്ചാൽ ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പം നമ്മുടെ FR ഫണ്ടമെൻ്റൽ റൈറ്റ് ഇല്ല, അത് റിമൂവ് ആക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ നെഹ്റുവിൻ്റെ കാലത്ത്, നെഹ്റു ആ സമയത്ത് കുറേ റോഡ്സ് ഉണ്ടാക്കുമായിരുന്നു. ഹൈവേ ആയി, അതുപോലെ തന്നെ NH ആയി. അതുപോലെ റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ, അപ്പം ഈ റോഡിന് വേണ്ടി നമുക്ക് ഷോർട്ട് ഏരിയ നമ്മൾ നോക്കുന്ന ഇപ്പോഴും. ആ സമയത്ത് കുറച്ച് ആൾക്കാരുടെ വസ്തു കാരണം നമുക്ക് റോഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആൾക്കാർ എന്തെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഒരു ഗവൺമെൻറ് പോയി പറയുക, അല്ലെങ്കിൽ ഒരു PWD ഓഫീസർ പോയി പറയുക, നിങ്ങളുടെ ഈ വസ്തു നമുക്ക് വേണം, നമുക്ക് ഇവിടെ റോഡ് ഉണ്ടാക്കാനാണ്. പക്ഷേ അവർ സമ്മതിക്കത്തില്ല. ആൻഡ് ദ പേഴ്സൺ ആൻഡ് ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി, he will goes to the Supreme Court or the higher court by demanding that the fundamental right which he having is not getting the right power, and by using the right to property, Article 31, the person can demand to the court that he losing his fundamental right. So ഈ റൈറ്റ് പ്രോപ്പർട്ടി ആ സമയത്തൊരു തലവേന പോലെ ആയിരുന്നു. അതുകൊണ്ട്
നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അങ്ങനെ പല ആൾക്കാരും പറഞ്ഞു പറ്റത്തില്ല, ഞങ്ങളുടെ പ്രോപ്പർട്ടി ഞങ്ങൾ തരത്തില്ല എന്ന്. അതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് എന്താണെന്ന് വെച്ചാൽ ഒരു അമെൻമെൻറ്റ് പാസ്സാക്കി. ദ റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് റിമൂവ്ഡ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ് ബൈ 44th Amendment Act 1978. It was replaced with the constitutional right under Article 300A. ഈ സമയത്ത് നമ്മുടെ കറണ്ട് ഇപ്പം FRൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇല്ല, അത് റിമൂവ് ആക്കിയിട്ടുണ്ട് ബൈ യൂസിങ് ദ അമെൻമെൻറ്റ് ഓഫ് 44 Amendment. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ പാർട്ട് 4. ഇറ്റ് ഈസ് കോൾഡ് ആസ് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇത് നമ്മൾ ഐറിഷിനെടുത്താണ്. ഐറിഷ് എന്ന് പറഞ്ഞൊരു കൺട്രി ഉണ്ട്, അവിടെ നമ്മൾ എടുത്തതാണ് DPSP. DPSPയുടെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ് എങ്ങനെ നിയമം ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പം ദർ ഈസ് such term of condition which the rule making state which have to follow some of the condition of the DPSP. And even the main point for DPSP that if the state is not following the DPSP, then the public of the state, they cannot go to the Supreme Court or High Court by saying that the DPSP is not following by the state government. എന്താണെന്ന് വെച്ചാൽ DPSP പറയുന്നത് വെച്ചാൽ ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയാണ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതിലും ഒരു സ്റ്റേറ്റ്, ലൈക്ക് ഇഫ് യു ടുക്ക് ദ എക്സാമ്പിൾ ലൈക്ക് കേരള ലോ മേക്കിംഗ് മേഡ് ഇൻ ദി വിധാൻസഭ. സോ അത് നമ്മുടെ ഒരു കേരളത്തിൽ കുറേ MLA അവരൊരു റൂള് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു നിയമം. ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് കേരള ഹി മെയ്ഡ് ഇറ്റ് ലൈക്ക് ദ ടൈം പീരീഡ് ഓഫ് ദി സ്കൂൾ. ഹി എക്സ്റ്റെൻഡ് ദ ടൈം പീരീഡ് ഫോർ half an hour more for the children of the school. So that is also an consent, and even we can say a type of discussion which had happened in the Sabha, and that took the decision to make the state government to apply that policy. So DPSP പറയുന്നത് വെച്ചാൽ DPSP പെടുന്നതാണ് പഞ്ചായത്ത്. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിന് എന്താ ഫോളോ ചെയ്യണ്ടേ അത് നമ്മൾ പറഞ്ഞതാണ് DPSP പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് DPSPയിലെ ആർട്ടിക്കിൾസ്? ഞാൻ പറഞ്ഞ പോലെ DPSPയുടെ ആർട്ടിക്കിൾ 36 പറഞ്ഞു വെച്ചാൽ DPSP എന്താണ്, അതിൻ്റെ ഡെഫിനേഷനാണ്. 37 പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് DPSP. 39 പറയുന്നത് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് വെച്ചാൽ ഇപ്പം ഏതൊരു വ്യക്തി, ഇപ്പം ഞാനിപ്പം കേരളത്തിൽ നിൽക്കുന്നത് വെച്ചോ, അപ്പം എന്നെ ഒരു പോലീസ് പിടിച്ചു, ഞാൻ എന്തെങ്കിലും ഇപ്പം ഞാനൊരു മോഷണം ചെയ്യുന്നത് വെച്ചോ, അപ്പം പോലീസ് പിടിച്ചെന്നെ. അപ്പം പോലീസ് പിടിച്ച സമയത്ത് എൻ്റെ കയ്യിൽ പൈസയില്ല, ഇപ്പം അതൊരു കള്ള കേസാണ്. അപ്പോൾ എൻ്റെ പൈസയില്ല, എനിക്ക് കോടതിയിൽ ഒരു അഡ്വക്കേറ്റിനെ വെച്ച് ഫൈറ്റ് ചെയ്യാനുള്ള. അപ്പം ആ സ്റ്റേറ്റ് തന്നെ എനിക്കൊരു ലീഗൽ എയ്ഡ് തരും. എന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഏതൊരു വക്കീൽ എനിക്ക് ഏർപ്പാടാക്കി തരും. അപ്പോൾ അതാണ് പറയുന്നത് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. ഓക്കെ, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 40 ആണ് പറയുന്നത് ഓർഗനൈസിങ് ഓഫ് വില്ലേജ് പഞ്ചായത്ത്. അപ്പോൾ കേട്ടോ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വില്ലേജ് പഞ്ചായത്തിനെ മെൻഷൻ ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 41 റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ടു പബ്ലിക് അസിസ്റ്റൻസ് ഇൻ സർട്ടൻ കേസസ്. പിന്നെ ലീവിങ് വേജസ് ഫോർ വർക്കേഴ്സ്, ആർട്ടിക്കിൾ 43A പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്. അതുപോലെ പിന്നെ ആർട്ടിക്കിൾ 44 is the main, and the question much more will be asked in the upcoming questions. The Uniform Civil Code ആർട്ടിക്കിൾ 44. അതുപോലെ ഗോവ മാത്രമേ ഉള്ളൂ ഇപ്പം ആ പോളിസിയെ സ്വീകരിച്ചേക്കുന്നത്. ഇപ്പം ഈ ഇടയ്ക്ക് നമ്മുടെ ഗോവ സ്റ്റേറ്റ് മാത്രമാണ് ആ യൂണിഫോം സിവിൽ കോഡിനെ UCCA ഇപ്പം അക്സെപ്റ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം അവരുടെ സ്റ്റേറ്റിൽ ഇപ്പോൾ അത് ആപ്ലിക്കബിളാണ്. ഓക്കെ, അതുപോലെ 45 പ്രൊവിഷൻ ഓഫ് ഫ്രീ എഡ്യൂക്കേഷൻ.
കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഗവൺമെൻറ് സ്കൂളുകൾ അവർ എല്ലാ കുട്ടികൾക്കും ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കും. പിന്നെ 46 പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷണൽ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾ ട്രൈബ് ST SC OBC. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് പാർട്ട് 4A 51A എന്ന് പറയും. സംഭവം എന്താണ്? നമുക്കറിയാം, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിച്ചു, TPSP പഠിച്ചു. അപ്പം DPSPയുടെ ആർട്ടിക്കിളും പെടുന്നതാണ് പാർട്ട് 4 മാത്രം. പക്ഷേ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി പെടുന്നതാണ് പാർട്ട് 4 A. ഒരു ക്യാപിറ്റൽ A വരുന്നതിന് എന്തൊക്കെയാണ് ഇത് വരുന്നത്? ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നമ്മൾ റഷ്യയിൽ നിന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. വെച്ചാൽ അവർ ഫോളോ ചെയ്യുന്നൊരു ഡ്യൂട്ടീസാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തേക്കും. അപ്പോൾ നമ്മൾ ബോർ ചെയ്ത് അവരുടെ നിന്ന്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്? റെസ്പെക്ട് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആനന്ദം, ചെറിഷ് ദി ഐഡൽ ആൻഡ് ദ ഫ്രീഡം സ്ട്രഗിൾ, uphold sovereignty, unity and integrity of the India, defend the nation and serve when required. ഓക്കെ, ഇതൊക്കെയാണ് DPSP. ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു പേഴ്സൺ, ലൈക്ക് ഇഫ് എ പേഴ്സൺ ഓഫ് ഇന്ത്യ, വി ഹാവ് ടു ഫോളോ ദീസ് ഡ്യൂട്ടീസ് ടു അവർ കൺട്രി നേഷൻ. നമ്മുടെ ഫോർമേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഇറ്റ് ടുക്ക് around 2 years and 11 months and 18 days to making of the കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി 2 years 11 months 18 days എടുത്തു. ആൻഡ് ഈവൻ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സംഭവമുണ്ട്. അതിന് നമ്മളൊരു കമ്മിറ്റി പറയും, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയും. അതിൻ്റെ മെയിൻ ഒരാളായിരുന്നു BR അംബേദ്കർ. സോ BR അംബേദ്കർ ഹീ made the constitution by taking help from the other members of the drafting committee. That took around them 2 years, and this year and the time period is very important for the exam, so you have to note it. Even the article 32. അപ്പോൾ എന്താണത്? BR അംബേദ്കർ പറഞ്ഞു വെച്ചാൽ ആർട്ടിക്കിൾ 32 ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം 32 എന്താണ്? 32 പെടുന്നതാണ് റിട്സ് എന്ന് പറയും നമ്മൾ. ആ റിട്സ് എന്തൊക്കെയാണ്? അതിൽ മൊത്തം 5 റിട്സ് വരും. അപ്പോൾ അതിന് ഞാൻ ഒരു പ്രത്യേക വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്കത് പ്രത്യേക കുറച്ച് ബ്രീഫായിട്ട് പഠിക്കേണ്ടി വരും. അവിടെ ഞാൻ പ്രത്യേക വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് അതിനെക്കുറിച്ച് തന്നെ. ഈവൻ നമുക്കുള്ള എന്തൊക്കെയാണ്? 27 നമുക്ക് ടോട്ടലുള്ളത് 22 പാർട്സ്, 395 ആർട്ടിക്കിൾസ് ആൻഡ് 8 ഷെഡ്യൂളാണ് നമുക്കുള്ളത്. സോ ഇതാണ് പറയുന്നത് ആർട്ടിക്കിൾ 32 ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പെടുന്നതാണ്. അതുപോലെ DPSPയിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു നമ്മുടെ BR അംബേദ്കർ. ഹി ഓൾസോ മെൻഷൻ ദാറ്റ് ദ DPSP ഈസ് ദി ഫ്യൂച്ചർ നോവൽ ഓഫ് ദി കൺട്രി. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ലൈക്ക് ദ ഇന്ത്യ വിച്ച് ഈസ് മേഡപ്പ് ഓഫ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. നമ്മുടെ എല്ലാം യൂണിയൻ്റെ സ്റ്റേറ്റുകൾ തമ്മിൽ ഉണ്ടാക്കിയാണ് ഇന്ത്യ. സോ it is very important that our a single and every part of the state of the India must be grow. So by following DPSP, it is also a future. So by following the DPSP, so he mentioned that the DPSP is a future novel for the state for applicable or applying the policy by keeping with the policy. അതിൽ പെടുന്നൊരു ക്വസ്റ്റ്യനാണ്, which article is known as the heart and soul of the constitution according to Dr. BR അംബേദ്കർ? ഇതാണ് ഞാൻ പറഞ്ഞില്ല നിങ്ങളടുത്ത്, ആർട്ടിക്കിൾ 32 ഇതിൻ്റെ the heart and soul of the constitution, and it is the part of the FR, fundamental right. So the 32 also mentioned that the person or a citizen of India, he can go to the direct to the court if the FR is not under his പൊസിഷൻ. അഥവാ ഒരു വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് അയാളുടെ കയ്യിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ, അയാളുടെ മൗലിക അധികാരം അയാൾ എടുക്കുകയാണെങ്കിൽ അയാൾക്ക് ഡയറക്റ്റ് കോർട്ടിൽ പോകാൻ പറ്റും. അതാണ് നമ്മുടെ FRൻ്റെ പവർ. സോ ദ ആർട്ടിക്കിൾ 32 ഇറ്റ്സ് കണ്ടെയ്നിങ് 5 റിട്സ്. വേറെ ക്വസ്റ്റ്യനാണ്,
വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സേഫ് ഗാർഡ് വൺസ് റൈറ്റ് ടു മാരി ദി പേഴ്സൺ ഓഫ് വൺസ് ചോയ്സ്. അപ്പോൾ നമുക്ക് ഏത് ആർട്ടിക്കിളാണ് നമുക്ക് വരുന്നത്? റൈറ്റ് ഓഫ് മാരേജ്. അപ്പം ഇതിൻ്റെ ആൻസറാണ് ഓപ്ഷൻ ബി. ആർട്ടിക്കിൾ 21 ഗീവ് ദി റൈറ്റ് ടു ദി പേഴ്സൺ ഹി ക്യാൻ മാരി ദ പേഴ്സൺ ഓഫ് വൺസ് ചോയ്സ്. One of the following writs is issued by the Supreme Court to secure the freedom of a person upon unlawful arrest. അഥവാ ഒരു പോലീസ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുവാണ് വിതൗട്ട് എനി റീസൺ. ആ സമയത്ത് നമുക്ക് ഡയറക്റ്റ് സുപ്രീം കോർട്ടിലോ ഹൈക്കോർട്ടിലോ പോയിട്ട് നമുക്ക് ഹെബി കോർപ്പസ് ഓപ്ഷൻ എ വഴി നമുക്കൊരു റിട്സ് എടുക്കാൻ പറ്റും. എന്നിട്ട് ആ ഹെവി കോർപ്പസിൻ്റെ ആ റിട്സ് വഴി നമുക്ക് ആ സമയത്ത് നമ്മുടെ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ നമുക്ക് ആ സമയത്ത് ആ കോർട്ട് ഒരു സംഭവം ഓർക്കും. ആ സംഭവത്തിൻ്റെ പേരാണ് റിട്സ് എന്ന് പറയുന്നത്. ആ റിട്സാണ് ഹെവി കോർപ്പസ്. ആ കോർപ്പസ് എന്ന് വെച്ചാൽ ആ സമയത്ത് കോർട്ട് ഒരു ഇത് എഴുതുവാൻ അതുപോലെ അയാളെ അറസ്റ്റ് ചെയ്ത ആളെ കോർട്ടിൽ കൊണ്ടുവരാൻ പറയും. അപ്പം വേറൊരു വാക്കുണ്ട് അതിനെ പറഞ്ഞതാണ് ബ്രിങ് ദി ബോഡി എന്ന് പറയും. ആ അറസ്റ്റ് ചെയ്ത ആളെ കൊണ്ടുവരാൻ പറയും കോർട്ടിലോട്ട്. അഥവാ ഒരു പോലീസ് ഒരു കാര്യമില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ 24 hours അയാൾ ആ പോലീസ് ആ അറസ്റ്റ് ചെയ്ത ആളെ ഒരു മജിസ്ട്രേറ്റിനടുത്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സുപ്രീം കോർട്ടിൽ പോയിട്ട് വെച്ചാൽ ആ അറസ്റ്റ് ചെയ്ത ആളുടെ ബന്ധുക്കൾക്ക് സുപ്രീം കോർട്ടിലോ അല്ലെങ്കിൽ ഹൈക്കോർട്ടിലോ പോയിട്ട് ഒരു റിട്ട് എടുക്കാൻ പറ്റും. ആ റിട്ടിൻ്റെ പേരാണ് ഹെബി കോർപ്പസ്. അപ്പം ആ കോർട്ട് പറയുന്ന പോലെ ആ അറസ്റ്റ് ചെയ്ത ആളെ കൊണ്ടുവരാൻ പറയും കോർട്ടിലോട്ട്. ഓക്കെ.